എല്ലാവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പണ്ട് നൃഗൻ എന്ന കീർത്തിമാനായൊരു അരജൻ രാജ്യം ഭംഗിയായി ഭരിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട്. നിഷ്കളങ്കനും ബ്രാഹ്മണ ഭക്തനുമായ അദ്ദേഹം പുഷ്കരത്തിൽ വെച്ച് ഒരിക്കൽ പൊന്നണിഞ്ഞ പശുക്കളെ കിടാവുകളോടുകൂടി 1 കോടി വിപ്രന്മാർക്ക് ദാനം ചെയ്തു അത്രേ. അക്കൂട്ടത്തിൽ കുട്ടിയോടുകൂടി കൊടുത്തൊരു പശു കൊയ്ത്തു കഴിഞ്ഞ് കണ്ടത്തിൽ വീണു കിടക്കുന്ന നെന്മണികൾ പെറുക്കിയെടുത്ത് ഉപജീവനം കഴിക്കുന്നവനും അഗ്നിഹോത്രാദികൾ കൃത്യമായി ചെയ്യുന്നവനുമായ ഒരു വിപ്രൻ്റെ ആയിരുന്നു. വിശന്നു വരഞ്ഞ വിപ്രൻ കാണാതായ പയ്യനെ അതാതിടത്തിൽ തിരിഞ്ഞ് അനേക സ്ഥലങ്ങൾ പിന്നിട്ടു. ഒരിടത്തും തൻ്റെ ഗോവിനെ കാണുന്നില്ല. പിന്നീട് കനകലമെന്ന പ്രദേശത്തിൽ ഒരു ബ്രാഹ്മണ മന്ദിരത്തിൽ വളർന്ന കുട്ടിയോട് കൂടിയ സ്വഗോവിനെ വിശുദ്ധയായി നിൽക്കുന്നത് കണ്ടു. അന്തണവര്യൻ അതിൻ്റെ പേർ ചൊല്ലി ശബളെ വരൂ എന്ന് പറഞ്ഞു. ക്ഷുത്തുകൊണ്ട് അവശനാണെങ്കിലും ഉടമസ്ഥന്റെ ശബ്ദം വേർതിരിച്ചറിഞ്ഞ പശു അഗ്നിതുല്യനായ വിപ്രന്റെ പിന്നാലെ നടന്നു തുടങ്ങി. അതിനെ അപ്പോൾ രക്ഷിക്കുന്ന ദ്വിജനും വേഗത്തിൽ പിന്നാലെ എത്തി. മുനിവൃത്തിയിൽ ഇരിക്കുന്ന ബ്രാഹ്മണനോട് ധൃതിയിൽ, അയ്യോ, ഇതെൻ്റെ പശുവാണേ, രാജസിംഹനായ നൃഗൻ എനിക്ക് കൽപ്പിച്ചു തന്നതാണ്. എന്നായി അതിവിഘ്നരായ ആ ബ്രാഹ്മണർ തമ്മിൽ വലുതായ വാദം നടന്നു. അവസാനം അവർ ധാതാവായ നൃപേന്ദ്ര സമീപത്തിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ രാജമന്ദിര ഗോപുരത്തിൽ നിന്ന് അനുവാദം കിട്ടിയില്ല. അനേക ദിവസം അരജന്റെ ആജ്ഞയും പ്രതീക്ഷിച്ചു കഴിഞ്ഞു. ദ്വിജവര്യന്മാർക്ക് ദുഃഖവും കോപവും ഉയർന്നു. അതിഘോരമായ വാക്കുകളാണ് ആ മഹാത്മാക്കളുടെ നാവിൽ നിന്ന് വീണത്. അർത്ഥികളായവരുടെ ആഗ്രഹസിദ്ധിക്ക് കാണുവാൻ കൂടി സമ്മതമേകാത്ത ഹേ രാജാവേ, അങ്ങ് ആർക്കും കാണുവാൻ കഴിയാത്തൊരു ഒന്നിൻ്റെ രൂപമായി തീരും. അനേകം നൂറ്റാണ്ടുകൾ, അനേകം 1000 ആണ്ടുകൾ ഒരു പൊട്ടക്കുഴിക്കുള്ളിൽ വസിക്കും. ഏറെ കാലം കഴിഞ്ഞാൽ ഈ പാർത്തലത്തിൽ മനുഷ്യരൂപത്തിൽ വൈകുണ്ഠപതി മഹാവിഷ്ണു അവതരിക്കും. യാദവ വംശത്തിൻ്റെ യശസ് വളർത്തുവാൻ വാസുദേവൻ എന്ന പുണ്യനാമമാണ് സ്വീകരിക്കുക. ഭൂഭാരം തീർക്കുവാൻ കലികാലം അടുക്കുമ്പോൾ നരനാരായണന്മാർ മഹാവീര്യശക്തിയോടെ അവതരിക്കുവാൻ പോകുന്നുണ്ട്. അക്കാലം വരെ പശ്ചാത്താപം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് അങ്ങേക്ക് ശാപമോക്ഷം ശ്രീ നാരായണൻ തരും. ഇങ്ങനെ ഉഗ്രമായി ശപിച്ച ആ വിപ്രന്മാർ വ്യസനം ഒതുക്കി ശക്തി കുറഞ്ഞിരുന്ന ആ വൃദ്ധ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. ആ നൃപവരൻ ഘോരശാപത്തെ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യസിദ്ധിക്ക് വരുന്നവരെ വിഷമിപ്പിച്ചാൽ ഏതൊരു രാജാവിനും ഫലം ദോഷം തന്നെ. അതുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹം ഉള്ളവരാണെങ്കിൽ അതിവേഗം എന്നെ കാണട്ടെ. അർത്ഥികളുടെ ആഗ്രഹസിദ്ധി വന്നാൽ ഫലം ഭൂപന് നേടാം. കുമാര ലക്ഷ്മണ, അല്പനേരം കാത്തുനിന്നാൽ കൂടി കാര്യാർത്ഥികളെ കാണുവാൻ പോകൂ. ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകളുടെ സത്ത് മനസ്സിലാക്കിയ സൗമിത്രി വീണ്ടും കൈകൂപ്പി കാകുത്സനോട് ചോദിച്ചു, പ്രഭോ, നൃഗമഹാരാജഋഷി ചെറിയൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ? അന്തകദണ്ഡ് പോലെയുള്ള ഈ വൻശാപത്തെ അന്തണവര്യന്മാർ അരജനിൽ ഇത്തരത്തിൽ അയക്കുവാൻ കാരണമെന്താണ്? സ്വന്തം അപകടം അറിഞ്ഞ അവനീന്ദ്രൻ കോപിഷ്ഠരായ അവരോട് എന്ത് നിലയ്ക്കാണ് പെരുമാറിയത്? എന്താണ് പറഞ്ഞത്? അനുജന്റെ ചോദ്യം കേട്ട രഘുവരൻ മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു. സൗമ്യനായ സൗമിത്രി, പണ്ട് ആ രാജാവ് ശാപമേറ്റ് ചെയ്തത് കേൾക്കൂ. വിപ്രവര്യന്മാർ ദ്വേഷത്തോടെ പോയത് മനസ്സിലാക്കിയ രാജാവ് മന്ത്രിമാരെയും ഉപാധ്യായന്മാരെയും പൗരമുഖ്യന്മാരെയും നാടുവാഴികളെയും ഉടനെ വരുത്തി. ദുഃഖാധിക്യത്തോടെ നൃപൻ, ഞാൻ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുവേൻ. ദേവർഷിമാരായ നാരദൻ, പർവ്വതൻ എന്നിവർ എനിക്ക് വലിയ ഭയമേകി ഇതാ സ്വർഗത്തിലേക്ക് പോയി. അതിമാന്യന്മാരും മംഗളരൂപികളും വായുവേഗം ആർന്നവരുമാണ് അവർ. മറ്റൊന്നും ഇപ്പോൾ ആലോചിക്കാനില്ല. എൻ്റെ പുത്രൻ വസുവിനെ ഇന്ന് തന്നെ അഭിഷേകം ചെയ്യൂ. പതുപ്പുള്ള വലിയൊരു കുഴി ശില്പികൾ എനിക്ക് വേണ്ടി നിർമ്മിക്കട്ടെ. വിപ്രശാപത്തെ അതിൽ കിടന്ന് ഞാൻ കഴിച്ചുകൂട്ടിക്കൊള്ളാം. മഴയേൽക്കാത്തൊരു കുഴി, മഞ്ഞു തട്ടാതെ വേറൊന്ന്, വെയിൽ തട്ടാതെ മറ്റൊന്ന്, മൃദുലങ്ങളായ അവയിൽ പൂക്കളും തളിരുകളും അണിഞ്ഞ നാനാതരം മരങ്ങളും ലതകളും പടർന്ന് തണലുണ്ടാകത്തക്ക വിധം നട്ടുവെക്കുവേൻ. എല്ലാ ഭാഗത്തും കുഴികൾക്ക് ഭംഗിയുണ്ടാകട്ടെ. ഞാനിവിടെ കാലം കഴിയുന്നതുവരെ സുഖമായി വാണുകൊള്ളാം. മണമിയെന്ന മലറുകൾ എൻ്റെ ചുറ്റും 1.5 യോജന ദൂരത്തോളം ഉണ്ടാക്കുവേൻ. മന്ത്രിമാരോടും മറ്റും ഇങ്ങനെ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പുത്രന്മാരോട്, ഉണ്ണി, ക്ഷത്രിയധർമ്മത്തിൽ അചഞ്ചലനായി ധർമ്മത്തിൽ നിത്യനിരതനായി രാജ്യം ഭരിക്കൂ. ദ്വിജവര്യന്മാർ എന്നെ തുച്ഛമായ തെറ്റിലും കൂടി കോപിച്ച് ശാപമേൽപ്പിച്ചത് കണ്ടില്ലേ? രാജകുമാര, എന്നെപ്പറ്റി വിചാരിച്ച് ഒട്ടും തന്നെ വ്യസനിക്കരുത്. ഏതൊന്നിലും ബലവത്തരമായി നിൽക്കുന്നത് ദൈവശക്തിയാണ്. ഈ കഷ്ടപ്പാട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നതിന് കാരണവും മറ്റൊന്നല്ല. വരേണ്ടതേതോ അത് വന്നു തന്നെയാകണം. പോകേണ്ടത് പോയേ കഴിയൂ. കിട്ടേണ്ടത് കിട്ടാതിരിക്കുകയില്ല. ഇങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ സുഖദുഃഖങ്ങൾ. പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾക്കനുസരിച്ച വാസനാബലമാണ് വരിക. ഉണ്ണി, ഇതിലൊന്നും ഒട്ടും വ്യസനിക്കാനില്ല.
ഇങ്ങനെ മകനോട് ഉപദേശമേകി അരജവരൻ പാർക്കുവാൻ വേണ്ടി ചേലൊത്ത ഒരു കുഴിയിലേക്ക് ഇറങ്ങി. ഉത്തമോത്തമ രത്നജാലങ്ങളാൽ അലംകൃതമായ പതുപ്പേറിയ ആ കുഴിയിലേക്ക് അന്തണവര്യന്മാരുടെ ശാപം അനുഭവിക്കുവാൻ സസന്തോഷം ഒരുങ്ങിയ നരേന്ദ്രൻ ഒന്നിൻ്റെ രൂപത്തിൽ പതിച്ച് ശാപവും ഭുജിച്ചുകൊണ്ട് വസിക്കുകയാണ് ഇപ്പോഴും. ഏറ്റവും ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ തുടർന്നു. കുമാര, നൃപാലന് സിദ്ധിച്ച ശാപത്തെ ഞാൻ നിന്നോട് വിവരിച്ചു കഴിഞ്ഞു. ഇനിയും നിനക്ക് സൽക്കഥാശ്രവണത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊന്നുകൂടി പറഞ്ഞു തരാം. ഈ വാക്കുകൾ സൗമിത്രിയെ ഏറ്റവും ജിജ്ഞാസുവാക്കി. സവിനയം, മഹാപ്രഭുവായ ജ്യേഷ്ഠ, ആശ്ചര്യകരങ്ങളായ കഥകൾ എത്ര കേട്ടാലും എനിക്ക് മതിയാകുന്നതല്ല. കുമാരൻ്റെ ഔത്സുക്യപൂർണമായ വാക്കുകേട്ട ധർമ്മസ്വരൂപി ധാർമ്മികമായൊരു കഥ പറയുവാൻ ഒരുങ്ങി. അനുജ, നമ്മുടെ വംശമായ ഇക്ഷ്വാകു വംശത്തിൽ 12ാമനായി നിമി എന്നൊരു രാജഋഷി വര്യൻ വീര്യധർമ്മങ്ങൾ ഒത്തവനായിട്ടുണ്ടായിരുന്നു. മഹാവീരാഢ്യനായ ആ രാജസിംഹം ഗൗതമൻ്റെ അടുത്തായി വൈജയന്തം എന്നൊരു നഗരി സ്ഥാപിച്ചു. അമരാവതിയെ പോലെ ഉള്ളതായിരുന്നു അത്. പുകഴാർന്ന നിമി ചക്രവർത്തി ആ പുരത്തിൽ സസുഖം വസിച്ചു. ആ കാലത്തിൽ അദ്ദേഹത്തിന് ഒരു ചിന്തയുദിച്ചു. പിതാവിന് എന്നിൽ സന്തോഷം ഉണ്ടാകത്തക്ക വിധം വലിയൊരു യജ്ഞം കഴിക്കണം. അച്ഛനായ മനുപുത്രൻ ഇക്ഷ്വാകുവിനോട് നിമി രാജഋഷി അനുവാദം വാങ്ങി ആദ്യമായി ബ്രഹ്മഋഷി പ്രമുഖനായ വസിഷ്ഠനെ യജ്ഞപുരോഹിതനായി വരിച്ച് തുടർന്ന് അത്രി, അങ്കിരസ്, ഭൃഗു എന്നീ വാമനീന്ദ്രന്മാരെയും ഇക്ഷ്വാകു നന്ദനൻ വരിച്ചു. വസിഷ്ഠ ബ്രഹ്മഋഷി രാജഋഷി സത്തമനായ നിമിയോട് ഇന്ദ്രൻ ഒരു യാഗത്തിന് എന്നെ വരിച്ചിട്ടുണ്ട്, അതിനാൽ അത് കഴിയുന്നതുവരെ കാത്തിരിക്കണം. എന്നാൽ വസിഷ്ഠനു പകരമായി ദ്വിജസത്തമനായ ഗൗതമനെ ചക്രവർത്തി സ്വീകരിച്ചു. മഹാതേജസ്വിയായ വസിഷ്ഠൻ ഇന്ദ്രയജ്ഞം യഥാവിധി നടത്തി. ഹിമവാന്റെ സാനുവിൽ സ്വനഗരിയുടെ സമീപത്തിൽ വിശാലമായി ഉണ്ടാക്കിയ യജ്ഞശാലയിൽ നരപതി ദീക്ഷ കൊണ്ട് ബ്രാഹ്മണേന്ദ്രന്മാരായവരെ വരുത്തി യാഗം തുടങ്ങി. 5000 വർഷങ്ങളാണ് ദീക്ഷ പൂണ്ട് ചക്രവർത്തി ഇരുന്നത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.